ഹലോ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഐ റിലേറ്റഡ് വീഡിയോ ആണ്. നമ്മുടെ ഫേസിൽ ഭയങ്കര ഒരു അട്രാക്ഷൻ തരുന്ന സാധനമാണ് ഐസ് അല്ലേ. അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടി എങ്ങനെ അട്രാക്റ്റീവ് ആക്കാം, ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്ത് ഐലൈനർ ഒക്കെ ഇട്ടിട്ട് എങ്ങനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അതിൽ എന്താണെന്ന് വെച്ചാൽ ഐ ഷാഡോ എങ്ങനെയാണ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക, അതിന്റെ കൂടെ ഐലൈനർ ഓരോ ഡിഫറെന്റ് രീതിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ബിഗിനേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. വീഡിയോ ഫുൾ ആയിട്ട് കാണാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഐ ഷാഡോ ആപ്ലിക്കേഷനിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചിരുന്നത് ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സാധനങ്ങളാണ്. ഒരു മസ്കാര വേണം, ഒരു ഐലൈനർ വേണം, ഒരു ഐ ഷാഡോ പാലറ്റ് വേണം, അതുപോലെ തന്നെ കുറച്ച് ബ്രഷസ് വേണം ഐസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ കണ്ണിൽ ലെൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്ത സമയത്ത് കണ്ണിന് ചുറ്റുമായിട്ട് നന്നായിട്ട് കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ ഫുൾ ഫേസ് ഒരേ ഷെയ്ഡിൽ കാണുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഐ ഷാഡോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചല്ലോ, ഞാൻ നൈക്കേൻ്റെ ഒരു പാലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ഓറഞ്ച് പിങ്കിഷ് ഷെയ്ഡിലുള്ള ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അത് ഇന്ന ഷെയ്ഡ് ഒന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ കണ്ണിൻ്റെ ആ ഒരു ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം ഐ ഷാഡോ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഐബ്രോസിൻ്റെയും ആ കണ്ണിൻ്റെ ആ ഒരു ലാസ്റ്റ് അവസാനിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അതിനുള്ളിലായിട്ട് വേണം ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഐ ഷാഡോ ആപ്ലിക്കേഷൻ്റെ. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും നന്നായിട്ട് ആ ഒരു ആർച്ച് ഡയറക്ഷനിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പം ഞാൻ മുകളിൽ അപ്ലൈ ചെയ്തു, അതേ ഷെയ്ഡ് തന്നെ താഴെയും കൂടി ഇങ്ങനെ ഒരു ലൈറ്റായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് ഗ്ലിറ്റർ ഷെയ്ഡാണ്. അതെന്താ വെച്ചാൽ ഹൈലൈറ്റ് ചെയ്യാന്നാണ് ഇതിന് പറയുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലൈറ്റ് അടിക്കുന്ന ഒരു എഫക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ണ് പൂട്ടുന്ന സമയത്ത് അതിപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ ഐ ലിഡിൽ ഇങ്ങനെ ഒരു ലൈറ്റ് വീഴുന്ന ഒരു എഫക്റ്റാണ് അത് കിട്ടുക. ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു നല്ലൊരു എഫക്റ്റാണത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അത് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടാവില്ല, ഞാൻ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന കാണാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഫസ്റ്റ് ബേസ് ആയിട്ട് അപ്ലൈ ചെയ്ത ഷെയ്ഡിൻ്റെ തന്നെ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് ഉണ്ട്, അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ലൈറ്റായിട്ട് കൊടുക്കുകയാണ്. കാരണം എനിക്ക് ആ ഒരു ഗ്ലിറ്റർ എഫക്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. മാറ്റ് ഫിനിഷാണ് ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിൽ മാറ്റ് മാത്രം കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ കുറച്ച് ആ ഒരു ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതാണ് കാണുന്നത്. അത് മുകളിലും താഴെയായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താണ് മുകളിലിടുന്നത് അത് ലൈറ്റായിട്ട് നിങ്ങൾ കണ്ണിൻ്റെ ആ ഒരു വാട്ടർ ലൈനിൻ്റെ കുറച്ച് താഴെയായിട്ടുള്ള ഭാഗത്ത് അതും കൂടി അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് കൺസീലർ എടുത്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഐ ഷാഡോ ഒരിക്കലും നമ്മുടെ ഐബ്രോവും കണ്ണും അവസാനിക്കുന്നതിൻ്റെ ആ ഒരു ലൈനിൻ്റെ താഴേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ആ ഒരു നീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കൺസീലർ ഇട്ടിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. കാരണം അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു മുറിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ കുറച്ചൊരു നന്നായിട്ടുള്ള ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ക്ലീൻ ലുക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കൺസീലർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നീറ്റായിട്ടുള്ള ലുക്ക് തന്നെ കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ ഐലൈനറിൽ ഫസ്റ്റ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ലുക്ക് തൊട്ടിട്ട് കുറച്ച് നല്ല ബോൾഡ് ആയി ലുക്ക് വരെയാണ് ഞാൻ പോകാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ ഐലൈനർ അപ്ലൈ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, എപ്പോഴും നമ്മുടെ ഫേസിൽ കൈക്കൊരു സപ്പോർട്ട് എപ്പോഴും കൊടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് മാത്രമേ ഐലൈനറിൻ്റെ ആ ഒരു ബ്രഷ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. എവിടെയും നമ്മൾ കൈ വെക്കാതെ ഇടുകയാണെങ്കിൽ കൈ ഷെയ്ക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇട്ടിട്ട് അതിനുശേഷം മസ്കാര അപ്ലൈ ചെയ്യാണ്. നിങ്ങൾ കണ്ണ് കുറച്ച് നല്ല അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നാണെങ്കിൽ മസ്കാര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം നമ്മുടെ ഐ ലാഷസ് നന്നായിട്ട് എടുത്ത് നിൽക്കുമ്പോഴാണ് അധികം ലാഷസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അധികം ലാഷസ് ഇല്ലാത്തവരാണ് എന്തായാലും മസ്കാര യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പോൾ അറിയാം ഐജിക്ക് നല്ല ഐ ലാഷസ് ഉണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്ക് തോന്നുകയാണ്. ചെറുതായിട്ടുള്ള ഐ ലാഷ് ഉള്ളവർക്കാണെങ്കിലും മസ്കാര അപ്ലൈ ചെയ്താൽ അതൊന്ന് എടുത്ത് കാണിക്കും.
ഇനി നമുക്ക് രണ്ടാമത്തെ ലുക്കിലേക്ക് പോവാം. അപ്പോൾ ഇത് ഞാൻ സിമ്പിൾ ആയിട്ടുള്ളൊരു ലുക്ക്, ജസ്റ്റ് ആ ഒരു ഔട്ടർ കോർണറിൽ മാത്രം, മുകളിൽ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് അടുത്ത ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. ഫുള്ളായിട്ട് മുകൾ ഭാഗം ഫുള്ളായിട്ട് ഞാൻ ഒരു ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യുന്നവരെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പായിട്ട് ഞാൻ പറയാണ്, അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ആ ഒരു ഐ ലാഷസ് ഉണ്ടല്ലോ, ആ ലാഷസിനെ മുട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൈ ഇങ്ങനെ വൈബ്രേറ്റ് ആയി പോവില്ല. അതിന് നമുക്കൊരു കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ലുക്കിലേക്ക് പോവാം. മൂന്നാമത്തെ ലുക്ക് പറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ നിങ്ങൾ കണ്ടല്ലോ, നല്ലൊരു സിമ്പിളായിട്ടുള്ള മുകളിൽ മാത്രമുള്ള ലുക്കാണ്. ഇനി മൂന്നാമത്തെ ലുക്ക് എന്താണെന്ന് വെച്ചാൽ താഴത്തെ കോർണറും കൂടി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ലുക്കൊക്കെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. എവിടെയെങ്കിലും ഇങ്ങനെ പെട്ടെന്നൊക്കെ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ആ മുകളിൽ ആ ഒരു ഔട്ടർ കോർണറിൽ മാത്രം ചെയ്യും. മീൻസ് ഓരോ ഒക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പോകേണ്ട സമയത്ത് അങ്ങനെ സിമ്പിളായിട്ട് പോവും. കുറച്ചൊന്ന് ഇങ്ങനെ മുകളിലോ അങ്ങനെയൊക്കെ ഒരു ഫുൾ ഡേ ഒക്കെ ആയിട്ടാണെങ്കിൽ ഈ ഒരു ലുക്കൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ആ ഒരു രീതിയിലാണ്. ഇപ്പം ഇതാ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ, താഴത്തെ ആ ഒരു വാട്ടർ ലൈനിൽ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു മിഡ് പോർഷനിൽ കുറച്ച് മുകളിലേക്ക് ഔട്ടർ കോർണറിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ കട്ടി കൂടി വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായിരുന്നു മൂന്നാമത്തെ ലുക്ക്. ഇനി നാലാമത്തെ ലുക്കിലേക്ക് പോകുമ്പോൾ എന്താ ചെയ്യുന്നത് നമുക്ക് കാണാം. ഫുള്ളായിട്ട് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുള്ളായിട്ടുള്ള നോർമൽ നമ്മളെപ്പോഴും ചെയ്യുന്ന മുകളിലും ഇട്ടിട്ട് താഴെ ഇട്ട് നല്ലൊരു വാലും വരച്ചിട്ടുള്ള നല്ലൊരു ലുക്കാണ്. അപ്പോൾ അതിൽ ആ ഇന്നർ കോർണർ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ പിടിച്ച് കാണുന്നുണ്ടല്ലോ, അങ്ങനെ നമ്മുടെ മൂക്കിൻ്റെ ആ സ്കിന്നൊന്നിങ്ങനെ വലിച്ചു പിടിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇന്നർ കോർണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതിനുശേഷം ഞാൻ കുറച്ചിങ്ങനെ ആ വാട്ടർ ലൈൻ കഴിഞ്ഞിട്ടുള്ള താഴത്തെ ഭാഗത്തേക്കും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. അതിങ്ങനെ ലാഷസ് ഇപ്പം എന്നെ പോലെ കുറച്ചെങ്കിലും ലാഷസ് ഉള്ളവരാണെങ്കിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ലാഷസ് കുറവായിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്, താഴേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ലാഷസ് ഉണ്ടാവുമ്പോൾ അതിങ്ങനെ തടഞ്ഞിട്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, കുറച്ച് ടൈം എടുത്ത് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ലുക്കായത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ലുക്കിലേക്ക് പോവാം. അഞ്ചാമത്തെ ലുക്ക് എന്ന് പറയുന്നത് ഞാനിവിടെ ബ്ലാക്ക് ഐലൈനർ മാറിയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ടുള്ളത്. ഇത് പറയുന്നത് കുറച്ചും കൂടി ഒരു ഫാൻസി ലുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനും പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെന്താ വെച്ചാൽ നമ്മൾ ബ്ലാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാനിപ്പോൾ ആ ഗ്രീൻ ഇടുന്നുണ്ടല്ലോ ആ സ്ഥലത്ത് വേണമെങ്കിൽ ഒഴിച്ചു വെക്കാം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂഷനിലായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇടുന്ന ഡ്രസ്സ്, ഞാൻ ഇപ്പോൾ ഇട്ട ഡ്രസ്സിങ് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഒരു ഗ്രീനിഷ് ഷെയ്ഡിലാണ് വരുന്നത്. അതുകൊണ്ട് ഞാനൊരു ഗ്രീൻ ഐലൈനർ ഇട്ടിട്ട് ആ ഒരു ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ മുകളിൽ ആ ഒരു മിഡ് പോർഷനിലും അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ആ വാലിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വാലിൻ്റെയും ഒരു ബോർഡർ ആയിട്ട് അതിൻ്റെ നടുക്ക് ബ്ലാക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല, അതിനൊരു ബോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു രീതിയിൽ ഞാൻ മുകളിലും കൂടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആറാമത്തെ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ വാലിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ആ ഒരു ലെങ്ത്തിൽ വാല് എഴുതിയത് ഞാൻ കളഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു എഡ്ജ് ഒന്ന് കണക്റ്റ് ആവുന്ന രീതിയിൽ ലൈറ്റായിട്ടൊരു വാലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് വേറൊരു ലുക്കിലേക്ക് മാറി വരികയാണ്. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഐലൈനറിന്റെ ഡിഫറെന്റ് ലുക്സ് എല്ലാവരും ഒന്ന് ഞാൻ ഇന്ന് കാണിച്ചു തന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഓരോ രീതിയിൽ സ്റ്റാർട്ടിങ് തൊട്ട് ഓരോ സ്റ്റൈലായിട്ട് ചെയ്ത് നോക്കുക. അത് ഞാനിങ്ങനെ 1 by 1 ആയിട്ടാണ് കാണിച്ചു തന്നെ അല്ലെ, ഒന്ന് കഴിഞ്ഞ് അതിനോട് അടുത്ത് ജോയിൻ ചെയ്ത് ആ രീതിയിലാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.